അസ്സലാമു അലൈക്കും. സെഷനാണ്. ഇതിനായി ന്യൂമാൻ ഷിബ്ലിയെ ക്ഷണിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ താഴെ നമ്മളൊന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി ആ സ്ക്രീൻ. ക്വിസിലേക്ക് കിടക്കാം. അപ്പൊ കഴിഞ്ഞ വീക്കിലി ക്വിസിൽ നിന്ന് വിപരീതമായിക്കൊണ്ട് ഇപ്രാവശ്യം ആകെ ചോദ്യങ്ങൾ 6 ആയിരിക്കും. 6 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ് ആദ്യം ആരോ കരസ്ഥമാക്കുന്നത് അവരായിരിക്കും വിന്നർ ആവാം. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം ട്രയൽ ചോദ്യങ്ങളില്ല, നേരിട്ട് നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. ഇതിനു മുമ്പ് ആരെങ്കിലും വീക്കിലി ക്വിസിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കറിയാം, ചോദ്യവും അതിന്റെ 4 ഓപ്ഷനും സ്ക്രീനിൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഓപ്ഷന്റെ നേരെയുള്ള കറക്റ്റ് ഓപ്ഷൻ ഏതാണോ ആ ഓപ്ഷൻ നമ്പർ നിങ്ങളെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അയക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ശരിയായ ഓപ്ഷൻ നമ്പർ, ആ ഓപ്ഷൻ നമ്പർ 1, 2, 3, 4 എന്ന ക്രമത്തിലാവണമെന്നില്ല, ഏത് നമ്പറും ആകാം. അപ്പൊ ആ നമ്പർ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഏറ്റവും ആദ്യം ആരാണോ ടൈപ്പ് ചെയ്ത് അയക്കുന്നത് അവരായിരിക്കും വിന്നേഴ്സ്. ഓക്കെ, അപ്പൊ നേരിട്ട് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. റെഡി? ഓക്കെ, ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ 3 കെ സച്ചിദാനന്ദൻ, ഓപ്ഷൻ 4 സക്രിയ, ഓപ്ഷൻ 5 ആനന്ദ്, ഓപ്ഷൻ 6 എം മുകുന്ദൻ. ഓക്കെ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓപ്ഷൻ നമ്പർ അയക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ഉത്തരത്തിലേക്ക് കിടക്കാം. ഉത്തരം സക്രിയ, ഓപ്ഷൻ നമ്പർ 4 ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നമ്പർ 4 എന്ന് ആദ്യം ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുള്ളത് മുനീബ് പി കെ ആണ്. ഓക്കെ, അപ്പോൾ മുനീബ് പി കെ ആണ് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 2. ന്യൂസിലാൻഡിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യൻ വംശജ ആരാണ് എന്നതാണ്. ന്യൂസിലാൻഡിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യൻ വംശജ. ഓപ്ഷൻ 6 പ്രിയങ്ക രാധാകൃഷ്ണൻ, ഓപ്ഷൻ 7 കമല ഹാരിസ്, ഓപ്ഷൻ 8 രശ്മിത ബാനർജി, ഓപ്ഷൻ നമ്പർ 9 പ്രിയങ്ക സിൻഹ. നമുക്കറിയാം, ഇപ്പോൾ ജസീന്ത ആർഡനാണ് പ്രധാനമന്ത്രിയായി അവിടെ ചുമതലയേറ്റത്. അവരുടെ കീഴിൽ ഒരു മന്ത്രിയായിട്ട് വന്നിട്ടുള്ള ഒരു ഇന്ത്യൻ വംശജയാണ്. അത് ആരാണ് എന്നാണ്. ഓക്കെ, ഉത്തരം പ്രിയങ്ക രാധാകൃഷ്ണൻ. ഓപ്ഷൻ നമ്പർ 6 ആണ് ശരിയായ ഉത്തരം. 6 എന്ന് ആദ്യമായിട്ട് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുള്ളത് മുനീബ് പി കെ തന്നെയാണ്. മുനീബ് പി കെ ആണ് വീണ്ടും രണ്ടാമത്തെ ചോദ്യത്തിനും ആദ്യമായിട്ട് ഉത്തരം അയച്ചിട്ടുള്ളത്. ഇതിൽ കുറച്ച് പേര് സ്ക്രീന് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, താഴെ സ്ക്രീന് കാണുന്നില്ല എങ്കിൽ താഴെ സ്ക്രീനിന്റെ ആ ഒരു ഐഡി ഉണ്ടല്ലോ, അത് നിങ്ങൾ പിൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. സ്ക്രീനിന്റെ ഫോട്ടോ താഴെ ഇതിലുണ്ടാവും, ഐഡിയിലുണ്ടാവും. ആ ഐഡിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പിൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ? നമുക്ക് നേരിട്ട് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം, ആരാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്നലെ ഒരു പുതിയൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കപ്പെട്ടു. അത് ആരാണ്? ഡൊണാൾഡ് ട്രംപ്, ഒബാമ, ഹിലരി ക്ലിന്റൺ, ജോ ബൈഡൻ. ശ്രദ്ധിക്കുക, ഓപ്ഷൻ നമ്പർ ആണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കേണ്ടത്. ഓക്കെ, ഉത്തരം
ജോ ബൈഡൻ, എല്ലാവർക്കും അറിയാം ജോ ബൈഡൻ ആണ് ഇപ്പോൾ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 6 6 എന്ന് ആദ്യമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഓക്കെ, 6 എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുള്ളത് ഹനാൻ TV ആണ് അല്ലേ? ഹനാൻ അല്ലേ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുള്ളത്? ഹനാൻ TV ആണ് ആദ്യമായിട്ട് 6 എന്ന് അയച്ചിട്ടുള്ളത് ഈ ഒരു ചോദ്യത്തിന്. ഓക്കെ, നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം, ചലച്ചിത്ര രംഗത്തെ മികച്ച സംഭാവനയ്ക്കുള്ള 2019 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്? ഒരു സംവിധായകനാണ് ഇപ്പോൾ. ആരാണത്? അടൂർ ഗോപാലകൃഷ്ണൻ, ശ്രീകുമാരൻ തമ്പി, ഷീല ഹരിഹരൻ. ഓക്കെ, ഉത്തരം ഓപ്ഷൻ നമ്പർ 4 ഹരിഹരൻ ആണ് ഉത്തരം. അപ്പോൾ 4 എന്ന് ആദ്യമായിട്ട് അയച്ചിട്ടുള്ളത് ഹുസ്ന ഷാ ആണ്. ഹുസ്നയാണ് 4ാമത്തെ ചോദ്യത്തിന് പെട്ടെന്ന് ആൻസർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നേരിട്ട് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം, എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റായാണ് ജോ ബൈഡൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്? എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ജോ ബൈഡൻ? 45, 46, 47, 48. ഓപ്ഷൻ നമ്പറാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്, ഓപ്ഷൻ നമ്പർ. ഓക്കെ, നമ്മൾ ഉത്തരം നോക്കാം. ഉത്തരം ഓപ്ഷൻ നമ്പർ 4 46 എന്നതാണ് ഉത്തരം. 46. അപ്പോൾ 4 എന്ന് ആദ്യമായിട്ട് അയച്ചിട്ടുള്ളത് തസ്നീമാണ്. ആദ്യമായിട്ട് 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുള്ളത് തസ്നീം. ഓക്കെ, ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. അവസാനത്തെ ചോദ്യമാണ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആരാണ് എന്നതാണ്. ആദ്യ വനിത ആരാണ്? ഓപ്ഷൻ നമ്പർ 3 കമല ഹാരിസ്, 5 ഹിലരി ക്ലിന്റൺ, 7 പ്രിയങ്ക രാധാകൃഷ്ണൻ, 9 സിന്ധു ആനന്ദ്. ഓക്കെ, ഉത്തരം കമല ഹാരിസ് എന്നതാണ് ഉത്തരം. കമല ഹാരിസ്. കമല ഹാരിസ്, അതായത് ഓപ്ഷൻ നമ്പർ 3 ആണ്. 3 എന്ന് ആദ്യമായിട്ട് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുള്ളത് മുസ്ലിഹ് TV ആണ്. മുസ്ലിഹ് TV ആണ് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 6 ചോദ്യങ്ങളും അവസാനിച്ചിട്ടുണ്ട്. ഇതിൽ മുനീബ് PK 2 പോയിന്റ്, ഹനാൻ TV 1 പോയിന്റ്, ഹുസ്ന 1 പോയിന്റ്, തസ്നീം 1 പോയിന്റ്, മുസ്ലിഹ് TV 1 പോയിന്റ്. അപ്പോൾ നമ്മുടെ ഈ വീക്കിലി ക്വിസിലെ വിന്നറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മുനീബ് PK ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്കിലി ക്വിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ MSMകാർക്കും എല്ലാവർക്കും വിദ്യാർത്ഥിനികൾക്കും അഭിനന്ദനങ്ങൾ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി മെമ്മറൈസ് എന്ന സെഷനാണ്. അത് കൈകാര്യം ചെയ്യുന്നതിനായി മുനീബ് PK ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ MSM ഡേയിലെ മെമ്മറൈസ് സെഷനിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വിസർജന മര്യാദകളാണ്. മലമൂത്ര വിസർജനത്തിനായി പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ വെച്ചാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ മലമൂത്ര വിസർജന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അള്ളാഹുവെ, എല്ലാ തിന്മകളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. പിന്നെ ഇരുന്നു കൊണ്ടാണ് വിസർജനം ചെയ്യേണ്ടത്. വൃത്തിയാക്കാനായി ഇടതുകൈ ഉപയോഗിക്കുക. വിസർജന വേളയിലായിരിക്കെ നമ്മൾ സലാം പറയാൻ പാടില്ല, മടക്കാനും പാടില്ല. ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ പൊതുസ്ഥലങ്ങളിൽ വിസർജിക്കാൻ പാടില്ല. പിന്നെ വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉഫ്രാനക് എന്ന് പറഞ്ഞുകൊണ്ടാണ്
പുറത്തിറങ്ങേണ്ടത്. ഗുഫ്രാനക എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവെ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. എല്ലാവരും ഇത് ജീവിതത്തിൽ പകർത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക്സ് മുനീബ്. ഈ MSM ഡേക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറയാനായി അർഷദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ 7ാമത്തെ MSM ഡേ ഇവിടെ വിജയകരമായി അവസാനിക്കുകയാണ്. നമുക്ക് ഇന്ന് ക്ലാസ് എടുത്ത് സംസാരിച്ച എൻലൈറ്റ്മെന്റ് സെഷനിൽ ക്ലാസ് എടുത്ത് സംസാരിച്ച ആഷിഖ് അടുത്ത നാട്ടുകാർക്കും, അതുപോലെ തന്നെ നമ്മുടെ ഈ അധ്യക്ഷ സ്ഥാനം വളരെ മനോഹരമായി അലങ്കരിച്ച ഷാസിൽ അഹമ്മദിനും, വീക്ക്ലി ക്വിസ് അതുപോലെ തന്നെ മെമ്മറൈസ് സെഷനും നടത്തിയ മുനീബ് PK-ക്കും ന്യൂമാൻ ഷിബിലിക്കും, അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ലെഫ്റ്റ് എടുക്കാവുന്നതാണ്.